Hello dear students, welcome to another online class. We are discussing the first chapter of plus 1 accountancy and the name of our chapter is Introduction to Accounting. This is our fourth class. നമ്മൾ പഠിക്കുന്നത് പ്ലസ് 1 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇത് നമ്മുടെ നാലാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. മീനിങ് ഓഫ് അക്കൗണ്ടൻസി, ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടൻസി ആൻഡ് ഓൾസോ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ഏതൊക്കെയാണ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് തുടങ്ങിയ ഫങ്ഷൻസ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ക്ലാസ്സിൽ അഗെയിൻ ഫോർ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനുള്ള 4 ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം 3 ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ 4ാമത്തെ ക്ലാസ്. ക്ലിയർ? ടുഡേ വി ആർ ഡിസ്കസിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇത് നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടൻസിയുടെ ലക്ഷ്യങ്ങളാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ബിഫോർ സ്റ്റാർട്ടിംഗ് അവർ ക്ലാസ്, പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ HSS Times and the blog address is https://hsstimes.blogspot.com. You can visit this blog to download all the study materials and also you can watch the first bell Victor's online class chapter wise and subject wise. കൊമേഴ്സിൻ്റെ കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ബ്ലോഗാണ് hsstimes.blogspot.com എന്ന് പറയുന്നത്. ഈ പാഠത്തിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സൊക്കെ അതിനകത്തുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ടീച്ചേഴ്സിൻ്റെ കൺസെൻറ്റോട് കൂടി യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേരെന്താണ്? അക്കൗണ്ടൻസിയുടെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ബിഫോർ സ്റ്റാർട്ടിംഗ് അവർ ഡിസ്കഷൻ, ഇൻ അവർ പ്രീവിയസ് ക്ലാസ് ഐ ടോൾഡ് യു accounting is a branch, or accounting is a field of study. Accounting is a systematic branch of knowledge which is intended to ascertain the profit of a business unit and also to find out the financial position of a company. In a business unit, numerous transactions takes place. It is not possible to remember all the transactions, so the various business transactions which takes place in an organization must be recorded properly and analyzed properly, interpreted properly, and also we need to prepare various statements. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള മക്കളെ, ഒരു കമ്പനിയിൽ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതെല്ലാം എല്ലാവർക്കും ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ കമ്പനിയിലുള്ള വ്യത്യസ്ത ട്രാൻസാക്ഷൻസ് എഴുതി വെച്ചുകൊണ്ട് കമ്പനിയുടെ ലാഭം എത്ര, നഷ്ടം എത്ര തുടങ്ങിയ കാര്യങ്ങൾ, കമ്പനിക്ക് എത്രയാണ് അതിൻ്റെ അസറ്റ്, എത്രയാണ് അതിൻ്റെ ലയബിലിറ്റി, എത്ര ആസ്തിയുണ്ട്, എത്ര ബാധ്യതയുണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടന്റുമാർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റിന് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ ലക്ഷ്യങ്ങളാണ് എയിം അല്ലെങ്കിൽ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. The first objective of accounting is to maintain business records. അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to maintain business records. The main objective of accounting is to maintain systematic record of business transactions and events through following accounting rules, principles and concepts. The recorded information enables verifiability and acts as an evidence. The first objective of accounting is to maintain business records. ബിസിനസ്സിൻ്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ പഴയ, അല്ലെങ്കിൽ ഇപ്പം കോവിഡൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് ഉള്ളത്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് തരുന്ന നോട്ട് എഴുതിയെടുക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിന് പോയി എന്നതിൻ്റെ, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഡൻസ് ടീച്ചേഴ്സ് എടുക്കും. അപ്പോൾ ടീച്ചർ അറ്റൻഡൻസ് ബുക്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു, ടീച്ചേഴ്സ് തരുന്ന നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുന്നു. അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പോയതിൻ്റെ ക്ലാസ് റെക്കോർഡ്സ് ആണ്. ക്ലാസ്സിൽ പോയതിൻ്റെ തെളിവാണത്, ക്ലാസ് റെക്കോർഡ്സ് ആണത്. അതേപോലെ ഒരു ബിസിനസ്സിലും എന്തുണ്ട്? ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ എവിഡൻസ് ആണ്, തെളിവാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. അപ്പോൾ ബിസിനസ്സിൽ എന്താവശ്യമാണ്? റെക്കോർഡ്സ് ആവശ്യമാണ്, റെക്കോർഡുകൾ ആവശ്യമാണ്. അപ്പോൾ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ത്രൂ ഫോളോയിങ് അക്കൗണ്ടിങ് റൂൾസ്. ഒരു ബിസിനസ് അക്കൗണ്ടൻസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഒരു കമ്പനിയിൽ നടക്കുന്ന അനവധി ഇടപാടുകളെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക.
ആൻഡ് ഇവൻറ്റ്സ്, ബിസിനസ് ഇവൻറ്റ്സ്, ബിസിനസ്സിൽ നടക്കുന്ന സംഭവങ്ങളെയും ത്രൂ ഫോളോയിങ് അക്കൗണ്ടിങ് റൂൾസ്. എങ്ങനെ? വെറുതെ അല്ല, അക്കൗണ്ടിങ്ങിന്റെ റൂൾസ്, ഡെബിറ്റ്, ക്രെഡിറ്റ് തുടങ്ങിയ കുറേ റൂൾസ് ഒക്കെ ഉണ്ട് അക്കൗണ്ടിങ്ങിന്. ആ അക്കൗണ്ടിങ്ങിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കും. അതൊക്കെ കേട്ടില്ലേ? അപ്പോൾ അക്കൗണ്ടൻസിയിലുള്ള റൂൾസും അക്കൗണ്ടിങ്ങിലെ പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് കൺസെപ്റ്റുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്സിന്റെ അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം, ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. ലാസ്റ്റ് സെന്റൻസ് നോക്കിക്കോ. ദ റെക്കോർഡഡ് ഇൻഫർമേഷൻ എനേബിൾസ് വെരിഫയബിലിറ്റി ആൻഡ് ആക്ട്സ് ആസ് എൻ എവിഡൻസ്. അങ്ങനെ അക്കൗണ്ടന്റുമാർ റെക്കോർഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ എനേബിൾസ്, അക്കൗണ്ടിങ് റെക്കോർഡ്സ് എനേബിൾസ് വെരിഫയബിലിറ്റി. വെരിഫയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നമുക്ക് കഴിഞ്ഞ മാസം എന്ത് നടന്നു എന്നുള്ളൊരു സംശയം നമുക്കുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പേ എന്തായിരുന്നു നമ്മുടെ സെയിൽസ് എന്നറിയണമെങ്കിൽ 5 വർഷം മുമ്പേ ഉള്ള നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചാൽ മതി. ആൻഡ് ആക്ട്സ് ആസ് എൻ എവിഡൻസ്. ഇതെന്താണ്? ഒരു തെളിവായിട്ട് ഇപ്പോൾ കോടതിയിൽ ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിത് എവിഡൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, to maintain business records. The main objective of accounting is to maintain systematic record of business transactions and events through following accounting rules, principles and concepts. The recorded information enables verifiability and acts as an evidence. Clear? Second objective of accounting is calculation of profit or loss. അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. കമ്പനിക്ക് ലാഭമാണോ അല്ല നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ആ കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ ഒരു കമ്പനിയിൽ അക്കൗണ്ടിങ് എന്ന വർക്ക് ആവശ്യമാണ്. ഒരു കമ്പനിയിൽ അക്കൗണ്ടിങ് എന്ന വർക്ക് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടന്റ് എന്ന്. Clear? Accounting is needed for any type of organization and the person who perform this task is known as accountant. And the second objective of accounting or the second objective of accountant, അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം, അക്കൗണ്ടന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്പനിക്ക് ലാഭമാണോ അല്ല നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. Accounting helps in ascertaining profit or loss to the enterprise by preparing profit and loss account. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് വരച്ചുകൊണ്ട് നമ്മൾ പിന്നീട് പഠിക്കും, ലാസ്റ്റ് പാടൊക്കെ പഠിക്കും അതൊക്കെ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഇസ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിത്ത് എൻ ഇന്റൻഷൻ ഓഫ് ഫൈൻഡിങ് ഔട്ട് വെദർ ദ കമ്പനി ഈസ് ഏർണിംഗ് പ്രോഫിറ്റ് ഓർ സഫറിംഗ് ലോസ്. കമ്പനിക്ക് ലാഭമാണോ അല്ല നഷ്ടമാണോ ഉള്ളത് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. ക്ലിയർ? വളരെ എളുപ്പമുള്ളൊരു പോയിന്റാണ്. The third objective of accounting is depiction of financial position. Depiction of financial position. അപ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താ പറഞ്ഞേ? ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. ഇങ്ങനെ ലാഭം അല്ലെങ്കിൽ നഷ്ടം മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി, ഒരു വർഷത്തിന്റെ അവസാനം ആ കമ്പനിക്ക് എത്ര അസറ്റ് ആണുള്ളത്, എത്ര ലയബിലിറ്റി ആണ് ഉള്ളത് എന്ന് കൂടെ കണ്ടുപിടിക്കണം. ഒരു കമ്പനിയുടെ ആസ്തി, അസറ്റ് എത്രയാണ്, അതേപോലെ തന്നെ ബാധ്യത, ലയബിലിറ്റീസ് എത്രയാണ് എന്ന് കൂടെ കണ്ടുപിടിക്കണം. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ്, ആഫ്റ്റർ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് of an organization, the next duty of accountant is to prepare another statement. Its name is balance sheet. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തതിന് ശേഷം, പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ കമ്പനിയിലെ അക്കൗണ്ടന്റ് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. ബാലൻസ് ഷീറ്റിന് 2 സൈഡാണുള്ളത്. ഒന്ന് അസറ്റ് സൈഡും രണ്ടാമത്തത് ലയബിലിറ്റീസ് സൈഡും. ഒരു വർഷത്തിന്റെ അവസാനം കമ്പനിക്ക് എത്ര ആസ്തി ഉണ്ട്, എത്ര ബാധ്യതയുണ്ട്, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട് എന്നുകൂടെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു കമ്പനിയുടെ അസറ്റിനെയും ലയബിലിറ്റിയുടെയും ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ. ഒരു കമ്പനിയുടെ എത്രയാണ് ആ കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള പൊസിഷൻ, അതിന്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അക്കൗണ്ടിങ് ഓൾസോ aims at ascertaining the financial position of the business. For this purpose, a statement called a balance sheet is prepared. It shows the various assets and its values on one hand and the liabilities and capital on the other hand. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട്
അതിൻ്റെ ഒരു സൈഡിൽ അസറ്റും ഒരു സൈഡിൽ ലയബിലിറ്റിയും രേഖപ്പെടുത്തിയിട്ട് കമ്പനിക്ക് എത്ര അസറ്റ് ഉണ്ട് അതുപോലെ തന്നെ എത്ര ലയബിലിറ്റി ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക അക്കൗണ്ടന്റിന്റെ മൂന്നാമത്തെ ലക്ഷ്യമാണ്. അങ്ങനെ കമ്പനിയുടെ അസറ്റിന്റെ വാല്യൂ ടോട്ടൽ, ലയബിലിറ്റീസിന്റെ വാല്യൂ ടോട്ടൽ, അതാണ് ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. ക്ലിയർ? ഡെപിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഷോ, ടു എക്സ്പ്രസ്, ടു ഷോ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. നാലാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. ദിസ് ഈസ് നോട്ട് എ ന്യൂ ടോപ്പിക്. ഇതൊരു പുതിയ സാധനമല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പഠിച്ചില്ലേ? ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. Internal various users need accounting information and the users can be classified into two, internal users and external users. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അക്കൗണ്ടൻസിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻഫർമേഷൻ ആവശ്യമാണ്. അങ്ങനെ ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ സപ്ലൈ ചെയ്യുക എന്നതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവ്. Supplying information to internal users and external users is the fourth objective of accountancy. Its name here is providing accounting information to its users. നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? Providing accounting information to its users. Its എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ. Another main objective of accounting is to communicate accounting information to various parties like owners, investors, creditors, bank, employees and government. അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ വേരിയസ് പാർട്ടീസുമായിട്ട്, മുതലാളിമാരുമായിട്ടും നിക്ഷേപകരുമായിട്ടും ക്രെഡിറ്റേഴ്സുമായിട്ടും ബാങ്കുമായിട്ടും എംപ്ലോയീസുമായിട്ടും ഗവൺമെന്റുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്കൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുക. ദ ഇൻഫർമേഷൻ ഹെൽപ്സ് ദം ഇൻ ടേക്കിംഗ് സൗണ്ട് ആൻഡ് ജുഡീഷ്യസ് ഡിസിഷൻസ് അബൌട്ട് ദ ബിസിനസ്. എങ്ങനെ ഒരു കമ്പനിയിലെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടീസിന് വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുക എന്നതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ 4 പോയിന്റുകൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു ക്ലാസ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. 4 ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, depiction of financial position, providing information to its users. ഈ 4 പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 3 ക്ലാസ്സുകളും കണ്ടിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് കാണുക.